16-page dialogue, 16 minute. ഇല്ല തമിഴിലെ ഡയലോഗ് പറഞ്ഞ പ്രശ്നം. ഇല്ല ഒരു കാര്യം അതൊരു ബെറ്റർ. ഹി വിൽ ഡു എസ് ജി സാർ ഇത് ചെയ്യും. പിന്നെ നമ്മുടെ DOP പറ്റി നമ്മൾ ലൈറ്റ് എല്ലാം പറ്റി സംസാരിച്ചാൽ അവർ ചെയ്യും. പിന്നെ വേറെ ജസ്റ്റ് ഡു പ്ലീസ് RNDC പ്ലീസ് സുരജ് ഓഡിയൻസ് റിക്വസ്റ്റ്. അത് തമിഴ് ഡയലോഗ്സ്. ബട്ട് നിങ്ങളുടെ സാറിൻ്റെ മറ്റേ ചെയ്യാം, ട്രൈ ചെയ്യാം. മാനാട് എന്ന ചിത്രത്തിലെ അതിൽ മഹേന്ദ്ര സാറ് ഫോണിൽ ഇവരോട് സംസാരിക്കുന്ന ഒരു സീനാണ്. டேய் அவனும் போட்டு அதுக்கப்புறம் நான் ஒன்றை கழுத்தறுப்புற வேண்டாம். தலைவரே 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 அவர் തൊടുന്ന தலைவரே. ഇരവി പടം അതിൽ വളരെ സട്ടിലായിട്ടുള്ളൊരു പെർഫോമൻസാണ്. സാറിങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു സിംഗിൾ ഷോട്ട് അതിപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഫുള്ള് പറയുന്നില്ലേ ശകലം. ഇതൊക്കെ നിറച്ച് വന്നിട്ടുള്ളതാണ് കേട്ടോ. பொறுத்துக்கிறதுக்கும் சலிச்சிக்கிறதுக்கு நான் என்ன பொம்பளையா? ஆம்ப மாமா, ஆண் நடி, பெண் ஆண். எவ்வளவோ கேவலமான பிறவிங்க நம்ம. இது தமிழ்நாட்டில் பண்ணாரு, திருவிழையும் பண்ணாரு. இங்கே பண்ணும்போது பெஸ்ட். அது திஸ் பெஸ்ட். அது நீங்கள் பண்ணுவோம் அந்த வாய்ஸ் வந்தேன்ப்பா. மீதி எத்தனையோ பேர் என்னை மிமிக்ரி பண்ணியிருக்காங்க. பட் ஈஸ் சூப்பர் சார். யூ ஆர் கிரேட் சார். സൂപ്പർ സാർ. ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമാണ് അത്. കാരണം ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കും, ഒരു പൈസ കിട്ടിയില്ലെങ്കിലും നമുക്ക് ആൾക്കാർ ഇരുന്ന് കാണുന്നതാണല്ലോ അതിൻ്റെ ആൾക്കാർ കാണാനുണ്ടാവുക. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ സിനിമയിൽ വന്നപ്പോൾ നമ്മൾ അത്രയും എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രയും ഇന്ത്യയിലെ ഒരു മികച്ച നടനുമായിട്ട് അദ്ദേഹമായിട്ടൊക്കെ അഭിനയിക്കാൻ കിട്ടുന്നത് വലിയൊരു എന്നൊരു ആക്ടർ എന്ന രീതിയിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വാം വെൽക്കമിങ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമാണ്. ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് തമിഴ് ഇൻഡസ്ട്രി വലിയ നമ്മളെക്കാളും വലിയ ഇൻഡസ്ട്രിയാണ്. പിന്നെ ഈ ഇമോഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഇമോഷൻ തന്നെയാണ്. പിന്നെ ഡയറക്ടർ അതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളിവിടെയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സീൻ എടുക്കണമെങ്കിൽ ആദ്യമേ തന്നെ ക്യാമറ ഒന്നും വച്ച് ഞാൻ കണ്ടിട്ടില്ല. ആദ്യം ആ സീൻ എന്താണ്, അതിൻ്റെ കണ്ടൻറ് എന്താണ്, അത് കറക്റ്റ് ഇരുന്ന് നമ്മൾ പ്ലേ ചെയ്യും. അത് ഫുൾ പ്ലേ ചെയ്ത് അത് മനസ്സിലാക്കി അത് തറവായതിന് ശേഷം മാത്രമാണ്. അപ്പോൾ എന്താണ് സിനിമയിൽ നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ടും വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹം കണ്ട് അത് കറക്റ്റ് ചെയ്ത്, അതിനിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും ഇയാൾ എന്തിനാണ് ഈ ഫ്രെയിമിൽ വരുന്നത് അത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു തമിഴിൽ അതൊരു പുതിയ ഒരനുഭവമായിരുന്നു. മലയാളത്തിൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ തമിഴിലും ഇങ്ങനെയാണോ? പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ തമിഴിൽ അങ്ങനെ എല്ലാവരും ആ രീതിയിലല്ല. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.